വെൽക്കം ബാക്ക്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 6ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷർ ഓൺ റിയാക്ഷൻ റേറ്റ് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി പഠിച്ചു. ഇനി നമുക്കുള്ളത് തേർഡ് ഫാക്ടർ ദാറ്റ് അഫക്ട്സ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്താണ്? ടെമ്പറേച്ചർ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റിയാക്ഷൻ റേറ്റ്. ടെമ്പറേച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് ഉണ്ട് റിയാക്ഷൻ റേറ്റിൽ. നമുക്ക് നോക്കാം. Consider a reaction, decomposition of N2O5 at different temperatures. N2O5നെ അതിൻ്റെ പകുതിയായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ, നമ്മൾ എടുക്കുന്നതിന് പകുതിയായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ 50 ഡിഗ്രിയിൽ വേണ്ട ടൈമാണ് 12 minutes. N2O5 ആദ്യം എടുക്കുന്നതിന് പകുതിയായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 12 minutes in 50 degree. ഇനി അതിൻ്റെ പകുതി ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ N2O5നെ പകുതിയായി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട ടൈം 5 hours ആണ്. ഇനി വീണ്ടും ടെമ്പറേച്ചർ കുറയ്ക്കുക. 0 ഡിഗ്രിയിൽ N2O5 ഡീകമ്പോസ് ചെയ്യാൻ പകുതിയായി ഡീകമ്പോസ് ചെയ്യാൻ 10 days വേണം. അപ്പം നമ്മളെല്ലാത്തിലും എടുക്കുന്നത് ഒരേ എമൗണ്ട് N2O5 ആണ്. അത് പകുതിയാവാൻ 50 ഡിഗ്രിയിൽ 12 minutes ആണെങ്കിൽ 25 ഡിഗ്രിയിൽ അത് 5 hours ആയി മാറുന്നു. ഇനി 0 ഡിഗ്രിയിൽ അത് എത്രയായി? 10 days ആയി. സോ ടെമ്പറേച്ചർ ഹാസ് വെരി ഹൈ ഇഫക്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഓക്സാലിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷനാണ്. അവിടെ നമ്മൾ ഓക്സാലിക് ആസിഡ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുക. അതിന് കാരണം നോർമൽ ടെമ്പറേച്ചറിൽ ആ റിഡോക്സ് റിയാക്ഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ കുറച്ചുകൂടി ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ റേറ്റ് കൂടും. അങ്ങനെ എളുപ്പത്തിൽ റിയാക്ഷൻ നടത്താൻ കഴിയും. സോ ടെമ്പറേച്ചർ ഹാസ് വെരി ഹൈ ഇഫക്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റ്. പൊതുവേ പറയാം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഗെറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾഡ് ഫോർ എവറി 10 degree റൈസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി മാറുമ്പോഴേക്ക് റിയാക്ഷൻ റേറ്റ് ഏതാണ്ട് ഡബിൾ ചെയ്യും. ഇനി ഈ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊളീഷൻ തിയറി വെച്ചിട്ടാണ്. എന്താണ് കൊളീഷൻ തിയറി? കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ത്രൂ മോളിക്കുലാർ കൊളീഷൻസ്. മോളിക്യൂൾസ്, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്താണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. അപ്പം മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ എല്ലാ മോളിക്കുലാർ കൊളീഷനും എഫക്റ്റീവ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് പ്രോഡക്റ്റായിട്ട് മാറുന്നില്ല. ഓൺലി സർട്ടൻ കൊളീഷൻസ്, ആവശ്യത്തിന് എനർജിയുള്ള ചില കൊളീഷൻസ് മാത്രമാണ് എഫക്റ്റീവ് ആവുക. സോ ദി കൊളീഷൻസ് ദാറ്റ് ലീഡ്സ് ടു കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് എഫക്റ്റീവ് കൊളീഷൻസ്. അപ്പോൾ എന്താണ്? റിയാക്ഷൻ നടക്കുന്നത് മോളിക്കുലാർ കൊളീഷനിലൂടെയാണ്. അപ്പോൾ എല്ലാ മോളിക്കുലാർ കൊളീഷനും എഫക്റ്റീവ് അല്ല. അങ്ങനെ എഫക്റ്റീവായ പ്രോഡക്റ്റ് ഫോർമേഷനിലേക്ക് നയിക്കുന്ന മോളിക്കുലാർ കൊളീഷനാണ് എഫക്റ്റീവ് കൊളീഷൻസ് പറയാം. ഇനി അതുപോലെ ഇവിടെ നമ്മൾ കൊളീഷൻ തിയറിയിൽ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് കൊളീഷൻ ഫ്രീക്വൻസി. എന്തായിരിക്കും കൊളീഷൻ ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു, എത്ര കൊളീഷൻസ് നടക്കുന്നു. നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് നമ്മൾ പറയുന്നത് കൊളീഷൻ തിയറി ഉപയോഗിച്ചിട്ടാണ്. മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, അതിൽ ചില കൊളീഷൻസ് മാത്രമാണ് എഫക്റ്റീവ് ആവുക. മിനിമം എനർജി റിക്വയർഡ് ബൈ റിയാക്റ്റൻറ്റ് ടു ചേഞ്ച് ഇൻ ടു പ്രോഡക്റ്റ്, ദറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് പറഞ്ഞു, കൊളീഷൻ ഫ്രീക്വൻസി, ത്രെഷോൾഡ് എനർജി. അപ്പോൾ റിയാക്ഷനിലൂടെ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ മോളിക്യൂൾസിന് മിനിമം എനർജി വേണം. ആ എനർജിക്ക് എന്ത് പറയും? ത്രെഷോൾഡ് എനർജി എന്ന് പറയും. ഇപ്പോൾ ഈ ത്രെഷോൾഡ് എനർജിയിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് ഓൾറെഡി കുറച്ച് എനർജി ഉണ്ടാവും. എല്ലാ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനും കുറച്ച് എനർജി ഉണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി എക്സ്ട്രാ എനർജി കിട്ടിയാൽ മാത്രമാണ് അതിന് പ്രോഡക്റ്റായി മാറാൻ പറ്റുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജനും അയഡിനും ചേർന്ന് HI ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഹൈഡ്രജനും അയഡിനും കൂടി കൊളൈഡ് ചെയ്ത് അതിലുള്ള ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് വീക്കാവും. HH ബോണ്ട് വീക്കാവുന്നു, അയഡിൻ ബോണ്ട് വീക്കാവുന്നു. എന്നിട്ട് അതിനിടയിൽ ന്യൂ ഇൻ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു.
ഇതിന് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പറയും ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയും. ഇൻ്റർമീഡിയറ്റ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതിന് എനർജി വേണം. ഈ ഹൈഡ്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് ഈ കോംപ്ലക്സ് ഉണ്ടാകണമെങ്കിൽ അതിന് എനർജി വേണം. കാരണം ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ്, ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇനി ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റായി മാറും. ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് അപ്പോൾ തന്നെ ഡീകമ്പോസ് ചെയ്ത് 2HI ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഒരു റിയാക്ഷൻ നടക്കുക. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ്റെ പാത്തിനെ റിയാക്ഷൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് എനർജി. ഇവിടെ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ റിയാക്റ്റൻസ് ഹൈഡ്രജനും ഹൈഡ്രജനും കൂടി ഇത്രയും എനർജി ഉണ്ട് റിയാക്റ്റൻറ്റിന് ഓൾറെഡി. ഇത്രയും എനർജി റിയാക്റ്റൻറ്റിന് ഓൾറെഡി പ്രോസസ്സ് ചെയ്യുന്ന എനർജിയാണിത്. ഇനി ഈ റിയാക്റ്റൻസിന് ഈ പ്രോഡക്റ്റായിട്ട് മാറണം, HI ആയിട്ട് മാറണം. പക്ഷേ ഇതിനെന്താണ് ത്രഷോൾഡ് എനർജി, ഇത്രയുമാണ് ത്രഷോൾഡ് എനർജി. അതായത് ഹൈഡ്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ട മിനിമം എനർജിയാണ് ത്രഷോൾഡ് എനർജി. അപ്പോൾ ഇത്രയും ത്രഷോൾഡ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ പ്രോഡക്റ്റായിട്ട് മാറുന്നുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള എനർജി കഴിഞ്ഞ് അതിന് കുറച്ച് എക്സ്ട്രാ എനർജി കൂടി കിട്ടിയാൽ ഈ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഇവിടെയാണ് ഫോം ചെയ്യുക. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും, അത് ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് ആവും. സോ ദിസ് എനർജി ഡിഫറൻസ്, ഈ റിയാക്റ്റൻറ്റിന് ഓൾറെഡി ഉള്ള എനർജി കൂടാതെ അതിന് ത്രഷോൾഡ് എനർജി അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റായിട്ട് മാറാൻ വേണ്ടി വരുന്ന എക്സ്ട്രാ എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന ഈ എക്സ്ട്രാ എനർജി ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി EA. അപ്പോൾ ആക്ടിവേഷൻ എനർജി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു ത്രഷോൾഡ് എനർജി മൈനസ് എനർജി പോസസ്ഡ് ബൈ റിയാക്റ്റൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോർമേഷനിലൂടെയാണ് അത് പ്രോഡക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക, റിയാക്ഷൻ ചേഞ്ച് ചെയ്യുക. ഇനി മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ എല്ലാ മോളിക്കുലാർ കൊളീഷനും എഫക്റ്റീവ് ആവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കൊളീഷനാണ്, പ്രോഡക്റ്റിലേക്ക് നയിക്കുന്ന കൊളീഷന് എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയും. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, റിയാക്ഷൻ റേറ്റ് ഡബിൾസ് ഡ്യൂറിങ് എവറി 10 degree റൈസ് ഓഫ് ടെമ്പറേച്ചർ. അത് നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് എനർജി. നമുക്കറിയാം ഒരു സാമ്പിളിലുള്ള എല്ലാ മോളിക്യൂൾസും ഒരേ എനർജി ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞാൽ എന്താണ്? ഒരേ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ എത്ര മോളിക്യൂൾസിന് ഒരേ എനർജി ഉണ്ട്, അതാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ നിങ്ങൾ 65 കുട്ടികളിൽ 10 പേർക്ക് A+ മാർക്ക് ഉണ്ടെങ്കിൽ A+ ഉള്ളവരുടെ ഫ്രാക്ഷൻ എന്ത് വരും? 10/65. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പൊസസിങ് ദി സെയിം എനർജി ഇൻ ദി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ എനർജി വളരെ കുറഞ്ഞ മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ വളരെ കുറവാണ്, അതുപോലെ എനർജി വളരെ കൂടിയ മോളിക്യൂൾസും കുറവാണ്. അധികം മോളിക്യൂൾസിനും എന്താണ്? ഏതാണ്ട് ഒരു ആവറേജ് എനർജിയാണ് അധികം മോളിക്യൂൾസിനും ഉണ്ടാവുക. ഇനി ആ ഗ്രാഫിലെ ഏറ്റവും പീക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഗ്രാഫിൻ്റെ പീക്ക് റെപ്രസെൻ്റ് ചെയ്തത് മാക്സിമം എനർജി പൊസസ്ഡ് ബൈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന എനർജിയാണ് അതിൻ്റെ പീക്ക് റെപ്രസെൻ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ എനർജി. Energy possessed by maximum fraction of molecules in a distribution is called most probable energy. ഇനി ആ ഗ്രാഫിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ, അതായത് ഇത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഇത്രയും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനാണ് ആക്ടിവേഷൻ എനർജി ഉള്ളത്. ഇത് നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു. മറ്റൊരു ഗ്രാഫ് നോക്കാം. ഇത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ അഗെയിൻസ്റ്റ് കൈനറ്റിക് എനർജി അറ്റ് 2 different ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചറിൽ അതിനേക്കാൾ 10 degree ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വരിക? ആ ഗ്രാഫിലുള്ള ചേഞ്ച് എന്താണ്? ഗ്രാഫ് കുറച്ചുകൂടി ബ്രോഡൻ ചെയ്യുന്നു. ഏരിയ വിതിൻ ദി ഗ്രാഫ് ഈസ് സെയിം, ബട്ട് ദി പീക്ക് ഇൻ ദി ഗ്രാഫ് ബ്രോഡൻസ് ആൻഡ് energy of each molecule is increasing.
On increasing temperature, energy of each molecule is increasing and most probable energy is shifted to the right side. ഇപ്പോൾ ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ സെയിം ആണ്, പക്ഷേ എന്താണ് അത് റൈറ്റ് സൈഡിലേക്ക് ഹയർ എനർജി സൈഡിലേക്ക് ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യും. ഇനി നോക്കി ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ ഏരിയ, ആ ഷെയ്ഡഡ് ഏരിയയാണ് ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസ് റെപ്രസെൻറ്റ് ചെയ്യുക. ആദ്യത്തെ ടെമ്പറേച്ചറിലുള്ളതിനേക്കാൾ 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ എന്താണ്, ഏതാണ്ട് ഡബിളായി മാറുന്നു. നമ്മുടെ ടെമ്പറേച്ചർ 10 ഡിഗ്രിയാണ് മാറ്റിയത്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് ആക്ടിവേഷൻ എനർജി ഈസ് ഓൾമോസ്റ്റ് ഡബിൾഡ്. അതാണ് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് റിയാക്ഷൻ റേറ്റ് ടെമ്പറേച്ചർ 10 ഡിഗ്രി മാറുമ്പോൾ റേറ്റ് ഡബിൾ ചെയ്യാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്താണ്? A number of molecules possessing activation energy gets almost doubled for every 10 degree rise of temperature. ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുമ്പോഴേക്ക് ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം ഡബിൾ ചെയ്യും. ആക്ടിവേഷൻ എനർജി കുറയുകയല്ല ചെയ്യുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറഞ്ഞിട്ടല്ല റേറ്റ് കൂടുക. എങ്ങനെയാണ്? ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം ഡബിൾ ചെയ്യും ഓൺ എവറി 10 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെയാണ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുക. Effect of temperature on reaction rate is explained using Arrhenius equation. നമ്മൾ പറഞ്ഞു റിയാക്ഷൻ റേറ്റ് ഒരു 10 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ റേറ്റ് ഡബിൾ ചെയ്യുന്നു. അത് നമുക്ക് അരീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. K is equal to, അരീനിയസ് ഇക്വേഷൻ ഇതാണ്, റേറ്റ് കോൺസ്റ്റൻറ്റ് K is equal to A into e raised to minus EA by RT. Where K is rate constant, A is called Arrhenius factor or frequency factor. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ EA is activation energy, R is gas constant, T is temperature and E is exponential form. ഇനി നമുക്കിവിടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. K is equal to A divided by e raised to EA by RT. ഈ മൈനസ് സൈൻ താഴേക്ക് വരുമ്പോൾ മൈനസ് സൈൻ പോകും. ഇത് നോക്കിയാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, ഈ ഡിനോമിനേറ്ററിലാണ് ടെമ്പറേച്ചർ വരിക. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ ടേം വാല്യൂ കുറയും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ടേം ഇതിന് വാല്യൂ കുറയും. അപ്പോൾ എന്താണ്, റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ചെയ്യും. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ്, അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ എ റിയാക്ഷൻ. ഇനി ഇതിൻ്റെ ലോഗരിതമിക് ഫോം അല്ലെങ്കിൽ നാച്ചുറൽ ലോഗും ലോഗരിതമിക് ഫോമും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം. ln A into B എന്ന് പറഞ്ഞാൽ ln A plus ln B ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം, ln A plus ln e raised to minus EA by RT. ഇനി വീണ്ടും ln e raised to x എന്ന് പറഞ്ഞാൽ x ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, ln e raised to minus EA by RT എന്ത് വരും, മൈനസ് EA by RT. So ln K is equal to ln A minus EA by RT. Take it as equation number 1. ഇനി ഇതിൻ്റെ ln നമ്മൾ ലോഗിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ലോഗിലേക്ക് ചേഞ്ച് ചെയ്യാൻ എന്തെടുക്കണം, 2.303 ലോഗ് ഈസ് ln. അപ്പോൾ അതിന് പകരം 2.303 ലോഗ് എടുക്കുക. സോ 2.303 ലോഗ് K is equal to 2.303 ലോഗ് A മൈനസ് EA by RT. ഇനി 2.303നെ ഈ സൈഡിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും, ലോഗ് K, അത് 2.303 കൊണ്ട് എല്ലാ ടൈംസിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ലോഗ് K ഈക്വൽ ടു ലോഗ് A മൈനസ് EA by 2.303 RT. ഇത് നാച്ചുറൽ ലോഗരിതമിക് ഫോമാണ് ഈ ഇക്വേഷൻ. ഇത് ലോഗരിതമിക് ഫോം. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇനി ഇവിടെ റേറ്റ് കോൺസ്റ്റൻ്റ് അറ്റ് ടെമ്പറേച്ചർ എങ്ങനെ റിലേറ്റ് ചെയ്യും, റേറ്റ് കോൺസ്റ്റൻറ്റും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ്സ് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യും അത് നോക്കാം. അരീനിയസ് ഇക്വേഷൻ്റെ ലോഗരിതമിക് ഫോമാണിത്. ഇനി അറ്റ് ടെമ്പറേച്ചർ T1 റേറ്റ് കോൺസ്റ്റൻറ്റ് K is taken as K1 and at a greater temperature T1നേക്കാൾ കൂടിയ ഒരു ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് at a T2 temperature rate constant is K2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെ എങ്ങനെ എഴുതാം, ln K1 is equal to ln A കോൺസ്റ്റൻ്റ് ആണ്, ln A മൈനസ് EA by R T1. EA ഒരു റിയാക്ഷന് കോൺസ്റ്റൻ്റ് ആണ്, ആക്ടിവേഷൻ എനർജി. R കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറാണ് ചേഞ്ച് ചെയ്യുക.
So ln K1 is equal to ln A minus EA by RT1, equation number 3. Then അതുപോലെ higher temperature ln K2 is equal to ln A minus EA by RT2, equation number 4. ഇനി അതിൻ്റെ ഡിഫറൻസ് 4 minus 3 എന്ത് വരും? ln K2 minus ln K1 is equal to, ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് EA by R ആണ്, അത് പുറത്തെടുത്തു. ln A രണ്ടിലും വരുമ്പോൾ അത് ക്യാൻസൽഡ് ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? EA by R ഇൻറ്റു ln K2 minus ln K1 is equal to EA by R into 1 by T1 minus 1 by T2 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് എഴുതാം? ln K2 minus K1 എന്ത് എഴുതാം? ln K2 by K1 equal to EA by R into T2 minus T1 divided by T1 T2. ഇനി ln ലോഗിലേക്ക് ചേഞ്ച് ചെയ്താൽ ലോഗ് K2 ln എന്ന് പറഞ്ഞാൽ 2.303 ലോഗാണ്. അപ്പോൾ 2.303 ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോഗ് K2 by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. That is a relationship between rate constants at different temperatures. That is another form of Arrhenius equation. ഇതൊക്കെ ഉപയോഗിച്ച് ധാരാളം പ്രോബ്ലംസ് പഠിക്കാനുള്ളതാണ്. Arrhenius equation വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ ലോഗരിതമിക് ഫോം, നാച്ചുറൽ ലോഗരിതമിക് ഫോമാണിത്. ഇനി ലോഗരിതമിക് ഫോം ലോഗ് കെ ഇത്. അതുപോലെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള അരീനിയസ് കോൺസ്റ്റൻറ്റിൻ്റെ അരീനിയസ് ഇക്വേഷനാണ്, ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള അരീനിയസ് ഇക്വേഷനാണ് ലോഗ് K2 by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് തരത്തിൽ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഇക്വേഷൻ 1 നാച്ചുറൽ ലോഗരിതമിക് ഫോം. ഇത് y equal to mx plus c എന്ന ഫോമിന് തുല്യമാണ്. ln k that is plotted against, ഇവിടെ വേരിയബിൾ ഏതാ വരിക? ടെമ്പറേച്ചർ 1 by t ആണ്. When ln k is plotted against 1 by t, we get a straight line with a slope equal to minus EA by R and intercept equal to ln A. അതിൽ നിന്നും നമുക്ക് EA സ്ലോപ്പിൽ നിന്നും, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് EA by R ആണ്. അപ്പോൾ നമുക്ക് EA കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഇൻ്റർസെപ്റ്റിൽ നിന്നും എന്താണ്? ln A കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ലോഗരിതമിക് ഫോമിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ലോഗ് K is equal to log A minus EA by 2.303 RT. അപ്പോൾ when log K is plotted against 1 by t, we get a straight line with the slope equal to എന്താണ്? minus EA by 2.303 R and intercept equal to log A. ഇതിൽ നിന്നും എന്താണ്? എയും അതുപോലെ ആക്ടിവേഷൻ എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി, ഈ അരീനിയസ് ഇക്വേഷനിൽ നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ഈ എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്, e raised to minus EA by RT. That represents fraction of molecules possessing energy greater than or equal to activation energy. എന്താണ് ഇത്? ഈ ഒരു ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എനർജിയുള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷനെയാണ് ആ എക്സ്പോണൻഷ്യൽ ടേം റെപ്രസെൻ്റ് ചെയ്യുക. e raised to minus EA by RT represents fraction of molecules possessing energy equal to or greater than activation energy. ഇപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Rate of reaction gets almost doubled during every 10 degree rise of temperature. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊളീഷൻ തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. കൊളീഷൻ തിയറിയിൽ നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി പറഞ്ഞു, എഫക്റ്റീവ് കൊളീഷൻ പറഞ്ഞു, ത്രെഷോൾഡ് എനർജി, ആക്ടിവേഷൻ എനർജി, അതുപോലെ ഗ്രാഫ് റെപ്രസെൻറ്റിങ് റിയാക്ഷൻ കോർഡിനേറ്റ് എഗൈൻസ്റ്റ് എനർജി. അതുപോലെ ആക്ടിവേഷൻ എനർജി, ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്, റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആക്ടിവേഷൻ എനർജി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് എനർജി. Then most probable energies, energy possessed by maximum fraction of molecules. ഇനി എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടുക? നമ്പർ ഓഫ് മോളിക്യൂൾസ് possessing activation energy gets doubled during every 10 degree rise of temperature. ഇനി ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഇക്വേഷനാണ് അരീനിയസ് ഇക്വേഷൻ. ഇറ്റ് ഈസ് K is equal to A into e raised to minus EA by RT. ഇതിന് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയും.
ഈ എക്സ്പോണൻഷ്യൽ e raised to minus EA by RT represents fraction of molecules possessing energy greater than or equal to activation energy. Then അതിന് ലോഗരിതമിക് ഫോം, നാച്ചുറൽ ലോഗരിതമിക് ഫോമും അതുപോലെ ലോഗ് ഫോമും നമ്മൾ കണ്ടു. എന്താണ് നാച്ചുറൽ ലോഗരിതമിക് ഫോം? ln k is equal to ln a minus EA by RT. ലോഗിലേക്ക് മാറ്റുമ്പോൾ log k is equal to log a minus EA by 2.303 RT. ഇത് രണ്ടിനെയും ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ നിന്നും ആക്ടിവേഷൻ എനർജിയും അതുപോലെ എന്താണ് അരീനീസ് കോൺസ്റ്റൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ log k2 by k1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് വെച്ച് നമുക്ക് ധാരാളം ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം, റേറ്റ് കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. First question, the rate constant of a reaction at 500 Kelvin and 700 Kelvin are 0.02 second inverse and 0.07 second inverse respectively. Calculate the value of activation energy. അപ്പോൾ എന്താണ് അരീനിയസ് ഇക്വേഷൻ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്? അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. log k2 by k1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇപ്പോൾ 500 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് എത്രയാണ്? 0.02. K1 is 0.02. ഇനി ഗ്രേറ്റർ ടെമ്പറേച്ചർ T2 700 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് 0.07. ഇനി അതുപോലെ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ 8.314, ജൂളിലുള്ള വാല്യൂ 8.314 ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ. ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K2 is log K2ൻ്റെ വാല്യൂ 0.07 ഡിവൈഡ് ബൈ K1 0.02 ഈക്വൽ ടു EA by 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 700 minus 500 divided by 700 into 500. ഇനി ലോഗ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ 0.544 വരും. ഇനി അതുപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 19.15. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5.714 ഇൻറ്റു 10⁻⁻⁴. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ EA എന്ത് വരും? ഇതിനകത്ത് നിന്ന് EA എടുത്താൽ 0.544 into 19.15 divided by 5.714 into 10⁻⁻⁴. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 18230.8 ജൂൾസ്. ഇതാണ് ആക്ടിവേഷൻ എനർജി. 18230.8 ജൂൾസ്. കിലോ ജൂൾസിലാക്കുമ്പോൾ എന്ത് വരും വാല്യൂ? ഇതിനെ കിലോ ജൂൾസിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും വാല്യൂ? 3 പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റിയാൽ ഈക്വൽ ടു 18.23 കിലോ ജൂൾസിലാക്കുമ്പം 18.2308 കിലോ ജൂൾസ്. അങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം ആക്ടിവേഷൻ എനർജി. വേറൊരു എക്സാമ്പിൾ, ദി ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് ethyl iodide by the reaction C2H5I gives C2H4 plus HI. At 600 Kelvin is 1.60 into 10⁻⁻⁵ second inverse. Its energy of activation is 209 kilojoule per mole. Calculate the rate constant of the reaction at 700 Kelvin. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 600 കെൽവിനിലുള്ള ഫൈനൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് ethyl iodide. നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 600 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് 1.60 ഇൻറ്റു 10⁻⁵ സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി 700 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് K2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട് 209 കിലോ ജൂൾ പെർ മോൾ. കിലോ ജൂളിനെ നമുക്ക് എന്താണ് ഇക്വേഷനിൽ R ഉണ്ട് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതിനെ ജൂളിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവേഷൻ എനർജി ജൂളിലേക്ക് മാറ്റണം. കിലോ ജൂളിനെ ജൂളിലാക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആക്ടിവേഷൻ എനർജീനെ ജൂൾസിലേക്ക് മാറ്റുമ്പോൾ 209,000 ജൂൾസ് പെർ മോൾ. അതാണ് EAയുടെ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ ഇൻ ജൂൾസ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ എന്താണ്? ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻസിൻ്റെ റിലേഷൻ എന്താണ്? log K2 by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. അതിൽ
K2 ആണ് കണ്ടുപിടിക്കേണ്ടത്. K1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1.60 × 10⁻⁵. ഈ എത്രയാണ്? 209,000 അതിട്ടു. 2.303. ആറിന് വാല്യൂ 8.314 ഇൻറ്റു ഫൈനൽ ടെമ്പറേച്ചർ 700, ഇനീഷ്യൽ ടെമ്പറേച്ചർ 600. സോ T2 - T1 / T1 T2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്തെഴുതാം? log K2 / 1.60 × 10⁻⁵ is equal to, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 2.599. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log K2 / 1.60 × 10⁻⁵ എന്ന് പറഞ്ഞാൽ എന്താ? log K2 - log 1.60 × 10⁻⁵. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.599. ഇനി മൈനസ് സൈഡിലുള്ള ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് ആവും. സോ 2.599 പ്ലസ് log 1.60 × 10⁻⁵. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ വാല്യൂ log 1.60 × 10⁻⁵ ഈസ് 4.796. അതിനുകൂടി ഇതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2.197. log K2 ഈസ് 2.197. ഇനി അതിൽ നിന്നും K2 എങ്ങനെ കണ്ടുപിടിക്കാം? ടേക്ക് ആൻറ്റി ലോഗ് ഓഫ് 2.197. അതെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 6.36 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ്. ഫസ്റ്റ് ഓർഡറാണ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് വരും. ആദ്യത്തെ K1ൻ്റെ യൂണിറ്റും സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ദി ഫൈനൽ റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് 700 Kelvin. ഇപ്പോൾ നമ്മളിന്ന് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് പറഞ്ഞു, അതിൻ്റെ അരിനിയസ് ഇക്വേഷൻ, അതുപോലെ അതിനെ ടെമ്പറേച്ചർ ഡിഫക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തരാം, അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡെറിവേഷൻ, അതുപോലെ ഈ ടെമ്പറേച്ചറിൻ്റെ ഡെറിവേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നന്നായി പഠിക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്, അടുത്തത് ലാസ്റ്റ് പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.